20,648 അതിദരിദ്ര കുടുംബങ്ങൾക്ക് 3 നേരവും ഭക്ഷണം ഉറപ്പാക്കി. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ കോട്ട് ചെയ്തിട്ട് ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇത് ആരാ ഈ 20,000 പേര്? ആകെ 6,000 കുടുംബങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ ഈ 20,000 പേര് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതിൽ പൊരുത്തക്കേടുണ്ട്. ഒട്ടും ശാസ്ത്രീയമായി ചെയ്തൊരു കാര്യമല്ല. ഇവിടെ നടന്നു വന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തി റേഷൻ കാർഡ് കൊടുത്തു, വൈദ്യുതി കണക്ഷൻ കൊടുത്തു, സ്കോളർഷിപ്പ്, ഇതൊക്കെ ഇവിടെ കൊടുക്കുന്ന കാര്യമില്ലേ? എന്താണ് പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്? ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. അതീവ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ പ്രത്യേകമായ എന്ത് പാക്കേജാണ് നടപ്പിലാക്കിയതെന്ന് പറയണം. വീട് കൊടുത്തു, വൈദ്യുതി കൊടുത്തു, റേഷൻ കാർഡ് കൊടുത്തു, കേരളം അതിദരിദ്ര മുക്ത കേരളമായി മാറി എന്നൊക്കെ പറയുന്നത് ആരോടെ ഈ പറയുന്നത്? അതാണ് ചോദ്യം. അത് യുക്തിഭദ്രമായൊരു ചോദ്യമാണ്. അത് ഗവൺമെൻറ് അതിന് ആൻസറബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവൺമെൻറ് താല്പര്യത്തെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ തള്ളിപ്പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നതിൽ പൊരുത്തക്കേടുണ്ട്. പ്രത്യേകമായൊരു ഇനിഷ്യേറ്റീവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്നത്. പറയാതിരിക്കാൻ ഒരു അതിദരിദ്രനും ഈ സമീപ ദിവസങ്ങളിൽ സർക്കാരിനെ തേടി വരാൻ പോകുന്നില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടോ? എൻ്റെ നിഷാദെ, കഷ്ടമായി ഇദ്ദേഹത്തെ പോലുള്ള ആളിങ്ങനെ പറയുന്നത്. വീട് കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു, കിണർ കൊടുത്തു, ഇതാണോ പദ്ധതി? പിന്നെ എന്താ സാറേ പദ്ധതി എന്ന് പറഞ്ഞാൽ? ഇവരെ വിളിച്ച് ചന്ദ്രന് കൊണ്ടുപോകുമോ? സാർ എന്തു വരുന്നുണ്ട് ഈ പറയുന്നേ? ഇതൊക്കെ തന്നെയാണ് പദ്ധതി. 66,000 കുടുംബങ്ങളെ അവസാനം കണ്ടുപിടിച്ചു. 64,006 കുടുംബങ്ങളിൽ എത്തിയത് എങ്ങനെയാണെന്ന് പച്ച മലയാളത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകൾ വിശദീകരിച്ചു. നിങ്ങൾക്ക് ദഹിക്കാത്തവരെ ഇനി ദഹിപ്പിക്കാൻ പറ്റത്തില്ല. അല്ല, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ വലിയ പാടില്ല സാർ. സാർ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അല്ല സാറേ, പുതിയ പദ്ധതി എന്നല്ല പറഞ്ഞേ സാറേ. ഇത് 57 തുടങ്ങിയതാ സാറേ, 57 തുടങ്ങിയതാ. അല്ല പറയട്ടെ, ഇങ്ങനെ ഇടയ്ക്ക് കയറരുത്. അങ്ങേ പോലെ ഒരാൾ ഇങ്ങനെ ഇടയ്ക്ക് കയറരുത്. ഞാൻ അത് ശരിയല്ല. അല്ല, അത് ശരിയല്ല. റിജു കയറി. ഞാൻ നിഷാദ ഈ ചർച്ചയിൽ ഇരിക്കാൻ പാടാണ്. നിങ്ങൾ എനിക്ക് സമയം തന്നു. എന്തിനാ ഇത്ര അസ്വസ്ഥത കേരളത്തിൽ? എന്തിനാ ഇത്ര അസ്വസ്ഥത? എന്തിനാ? സണ്ണി സാറിന് പോലും അസ്വസ്ഥതയാ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ചോദിക്കുക, അദ്ദേഹത്തെ പോലെ ഒരാള് റിജിൽ ചോദിച്ചാൽ ശരി, അദ്ദേഹത്തെ പോലെ ഒരാൾ ചോദിച്ചാൽ എന്ത് പദ്ധതിയാന്ന്, എന്നിട്ട് ആ പദ്ധതി പറയുമ്പോൾ ഇതൊക്കെ നേരത്തെ ഉള്ളതല്ലയോ? ഇത് നേരത്തെ അല്ല സാർ. 57 പദ്ധതി. ഇവിടെ ഭൂപരിഷ്കരണമാണ് ദാരിദ്ര്യത്തിന് കുറയ്ക്കാൻ കാരണം. രാമൻകുട്ടിക്ക് അസ്വസ്ഥതയുണ്ട്. ഒക്കെ ഇടതുപക്ഷക്കാരാണ്. അല്ലെ, നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ലേ? റിജിലെ, നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ലേ? ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അല്ലെ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഒരക്ഷരവും പറയാൻ സമ്മതിക്കില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി, സാക്ഷരതാ പ്രസ്ഥാനം നടപ്പിലാക്കി, 45 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ട് ഇന്ന് 2000-ലെത്തി. ഒരുപാട് പ്രക്രിയകളിലൂടെ ഈ ദാരിദ്ര്യം ഇല്ലാതാക്കിയത്. വടക്കേന്ത്യയെ കിടന്ന് നരയിക്കുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റുകൾ കാലാകാലങ്ങളിലായി നടപ്പിലാക്കിയ പദ്ധതികളാണ്. നിങ്ങൾ ബേളം ഉണ്ടാക്കിയ പറ്റുന്ന കാര്യമല്ലത്. ഗവൺമെന്റ് ഈ പദ്ധതിയെ കുറിച്ച് ആത്മവിശ്വാസമുണ്ട്. ഈ പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കാനുള്ള വിഭാവന ശേഷിയുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം.